ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ തബ്ലീഗ് ജമാഅത്തിൻ്റെ വിശ്വാസത്തിലെ പിഴവുകളാണ് നമ്മൾ ദർസെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 4ാമത്തെ ദർസാണ്, ഭാഗം 4. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പിഴവുകൾ തൗഹീദുൽ അസ്മാഉ സിഫാത്തിലും തൗഹീദുൽ ഉലൂഹിയത്തിലും നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് വിശ്വാസത്തിൽ പിഴവ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കി അത് അള്ളാഹു പഠിപ്പിച്ച വിശ്വാസമല്ല. അങ്ങനെ അവർ അള്ളാഹിനെക്കുറിച്ച് അള്ളാഹുവിനെക്കുറിച്ച് അറിയാത്തത് പറയാണ്. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് ശരിക്ക് അറിയാത്തത് പറയാൻ പാടില്ല എന്ന ആയത്ത് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത വിശ്വാസമാണ്. അത് ഇസ്ലാം ദീൻ പഠിപ്പിക്കാത്ത വിശ്വാസമാണ്. അതുകൊണ്ട് ഖബറിൽ ചോദിക്കുന്നത് വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യം ബാറക്കല്ലാഹു ഫീക്കും, നമ്മുടെ ഇടയിൽ ഇങ്ങനെ അറിയപ്പെട്ടതാണ് എന്ത്, ആദ്യം ചോദിക്കുക നിസ്കാരത്തെക്കുറിച്ചാണ്. അതേ, നിസ്കാരത്തെക്കുറിച്ചാണ് ചോദിക്കുക. പക്ഷെ അത് നമ്മൾ ഉയരത്തെ എഴുന്നേൽക്കുമ്പോഴാണ്. അതിനു മുമ്പേ ഖബറിൽ വിശ്വാസകാര്യവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യങ്ങൾ. അതിൽ നിന്ന് ആദ്യം രക്ഷപ്പെടണം. അപ്പോൾ അള്ളാഹിനെക്കുറിച്ചുള്ള ശരിയായ വിശ്വാസമില്ലെങ്കിൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസമല്ലെങ്കിൽ, അത് ഇസ്ലാം ദീൻ പഠിപ്പിച്ച വിശ്വാസമല്ലെങ്കിൽ, മൻ റബ്ബുക്ക എന്ന് ചോദിച്ചാൽ അള്ളാഹ് ഉത്തരം പറയാൻ കഴിയൂല. മാ ദീനുക്ക എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് ഉത്തരം പറയാൻ കഴിയൂല. മൻ റസൂലുക്ക എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉത്തരം പറയാൻ കഴിയൂല. നമ്മൾ പേനയും പേപ്പറും എടുത്ത് ഇന്ന് ഈ ലോകത്ത് വെച്ചിട്ട് മൻ റബ്ബുക്ക അള്ളാഹ്, മാ ദീനുക്ക ഇസ്ലാം, മൻ നബിയുക്ക റസൂൽ എന്ന് 1000 വട്ടം 1,00,000 വട്ടം എഴുതിയാലും നമ്മളെ വിശ്വാസത്തിൽ പിഴവുണ്ടെങ്കിൽ ഈ 3 ചോദ്യങ്ങൾക്ക് ഖബറിൽ ഉത്തരം പറയാൻ കഴിയുകയില്ല. അങ്ങനെ വിശ്വാസ കാര്യങ്ങൾ രക്ഷപ്പെട്ടാൽ നാളെ പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ കർമ്മങ്ങളായ ആദ്യത്തെ നിസ്കാരത്തെക്കുറിച്ചുള്ള ചോദ്യം ഉണ്ടാവുക. ഇനി നമുക്ക് അമലുകളുടെ മഹത്വങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഇനി സദക്കയുടെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതിൽ എഴുതിയിരിക്കുകയാണ് അവരിലെ ഒരു പണ്ഡിതൻ, തബ്ലീഗിലെ ഒരു പണ്ഡിതൻ, ഞാൻ ഏതൊന്നായിരിക്കുന്നുവോ അത് നീ തന്നെയാണ്. ഞാനും നീയും എന്നത് തന്നെ ഒരു നിലയിലുള്ള ഷിർക്കിൻ്റെ ഉള്ളിലെ ഷിർക്കാണ്. അപ്പം ഞാനും നീയും ഒന്നാണ്. അതായത് ഇത് നീ എന്ന് പറഞ്ഞത് അള്ളാഹു ആണ്. അപ്പം ഞാനും നീയും എന്ന് വേർതിരിച്ച് പറഞ്ഞാൽ അത് പങ്കു ചേർക്കലാണ്, ഷിർക്കാണ്. അപ്പം ഞാനും നീ ഒന്നാണ്, അള്ളാഹുവും ഞാനും ഒന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇനി പറയാൻ കഴിവില്ല എന്നതിനെ സ്വീകരിക്കണമേ പസ്സലാം. ഇത് സദക്കയുടെ മഹത്വങ്ങൾ, പേജ് 683. പരിഭാഷകൻ ഇ മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി, പുലിപ്പാറ. അപ്പോൾ ഈ വിശ്വാസം എന്താ? എല്ലാം അള്ളാഹു ആണെന്നുള്ള വിശ്വാസമാണിത്. ഇത് ഹൈന്ദവരുടെ അദ്വൈതവാദമാണ്. ഇതിന് അറബിയിൽ പറയാം വഹദത്തുൽ വുജൂദാണ്. മനസ്സിലായോ? അപ്പോൾ ആ വിശ്വാസമാണ് നോക്ക് ഈ അമലുടെ മഹത്വങ്ങൾ എഴുതിയ ഈ പണ്ഡിതനുള്ളത്. ഈ പറയുന്ന പണ്ഡിതനും ബാറക്കല്ലാഹു ഫീക്കും ഇതിനൊന്നും എതിർപ്പില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവർ ഇനിയും പുതിയ എഡിഷൻ ഇറക്കുമ്പോൾ ഇതൊക്കെ ഇറക്കും. ഇത് മാറ്റാൻ പറഞ്ഞാൽ മാറ്റൂല. അപ്പോൾ എന്താ, ഇവരെ പണ്ഡിതന്മാർക്ക് ഈ വിശ്വാസമുണ്ട്. ഇത് പിഴവാണ്, പിഴച്ച വിശ്വാസമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പിഴച്ച വിശ്വാസം. ഖബറിൽ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുകയില്ല. അള്ളാഹു നമ്മളെ എല്ലാം കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് ഷെയ്ഖ് അബു ഖദീജ ഹഫിദുള്ളയുടെ ഒരു ലേഖനം വായിക്കാം. അപ്പോൾ അബു ഖദീജ ഹഫിദുള്ളയോടൊരു ചോദ്യം ചോദിക്കുകയാണ്, തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രധാന തെറ്റുകൾ എന്തൊക്കെയാണ്? ഖബർ ആരാധനയും മറ്റ് ബിദ്അത്തുകളും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് അവർ അവകാശപ്പെടുന്നു. പിന്നെ എങ്ങനെയാണ് അവർ പ്രബോധനത്തിൻ്റെ ലക്ഷ്യത്തിനായി ജനങ്ങളിലേക്ക് പോകുന്നത് തെറ്റാവുന്നത്? ഇതാണ് ഈ ചോദ്യം. അപ്പോൾ നമുക്ക് മനസ്സിലായി ചോദ്യം തെറ്റാണ്. നമ്മൾ ഇതുവരെ ഈ ദർസുകൾ 3 ദർസ് എടുത്തതോടെ നമുക്ക് മനസ്സിലായി എന്ത്, ഇവരിൽ പഴച്ച വിശ്വാസങ്ങളൊക്കെ ഉണ്ട്, ബിദ്അത്തുകളുണ്ട്.
അപ്പോൾ ഷെയ്ഖ് അബു ഖദീജ ഹഫിദുള്ള ഉത്തരം പറയാണ്, ജമാഅത്ത് തബ്ലീഗ് ദിയോബന്തി ചിസ്തി സൂഫിയായ മുഹമ്മദ് ഇലിയാസ് അൽ കന്ദഹൽവിയാണ് സ്ഥാപിച്ചത്. അപ്പോൾ തബ്ലീഗ് ജമാഅത്തിന് ഒരു സ്ഥാപക നേതാവുണ്ട്, അദ്ദേഹമാണത് ഉണ്ടാക്കിയത്. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചുള്ള മികച്ച എന്നിട്ട് ഷെയ്ഖ് അബു ഖദീജ പറയാണ്, മാതുരീദി വിശ്വാസം അതൊരു പിഴച്ച വിശ്വാസമാണ്. ദയോബന്തി വീക്ഷണ രീതി, സൂഫി മിസ്റ്റിസം എന്നിവയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിക്ഷണം. സൂഫിസത്തിൻ്റെ തിരഞ്ഞെടുത്ത 4 വഴികളുണ്ട്. അതേതൊക്കെ? ചിസ്തിയ, ഖദരിയ, സഹവർദിയ, നക്ഷബന്ദിയ. ഇവ പിന്തുടരാൻ അമീറിനോട് അതായത് പ്രതിജ്ഞ എടുക്കുന്നവരാണ് തബ്ലീഗുകാർ. ബാറക്കല്ലാഹു ഫീക്കും. ഇത് തുവൈരിജിരി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാണ്. പേജ് 8 മുതൽ 11 വരെ കാണുക. തബ്ലീഗ് ജമാഅത്ത് ഇത് സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ 3 തലമുറകളിൽ നിന്ന് മുഹമ്മദ് ഇലിയാസ് തൻ്റെ വിശ്വാസത്തിലും രീതിശാസ്ത്രത്തിലും വ്യതിചലിച്ചു. 1885 ജനിച്ച അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ 1945 മരണപ്പെട്ടു. ഹനഫി ദയോബന്തി പ്രസ്ഥാനത്തോട് തികഞ്ഞ വിശ്വസ്തനായിരുന്നു അദ്ദേഹം. ഒരു സ്വപ്നത്തെ അടിസ്ഥാനമാക്കി ജമാഅത്ത് തബ്ലീഗ് സ്ഥാപിച്ചു. ഇത് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ വിശദീകരിച്ച് പറയാം. അവിടെയാണ് രീതിശാസ്ത്രം, അവരുടെ പ്രബോധന രീതി, മൻഹജ് തെറ്റുന്നത്. ഇനി ദിയോബന്തി വിശ്വാസത്തിൽ കടുംപിടുത്തക്കാരായ മാതുരിദികൾ, ഫിഖിലെ ഹനഫികൾ, ബാഹ്യമായ ആരാധനയിൽ സൂഫികൾ, നിഗൂഢമായ ശിഷ്യ ഷെയ്ഖ് ബന്ധങ്ങളുള്ളവർ. പ്രസ്ഥാനം 1867 സ്ഥാപിതമായ ഒരു ഉറച്ച ഹനഫി സൂഫി വിദ്യാലയമാണ്. അവർ ബിദ്അത്തിൻ്റെ ആളുകളാണ്. പിഴച്ച 72 വിഭാഗങ്ങളിൽ നിന്നുള്ളവർ. ഇവരുടെ ആസ്ഥാനം നിസാമുദ്ദീൻ മർക്കസ്, ബംഗ്ലേവാലി മസ്ജിദ് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ തെക്കൻ ഡൽഹിയിലെ നിസാമുദ്ദീൻ വെസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മസ്ജിദ് 1926 മുഹമ്മദ് ഇലിയാസ് കാന്തലവി, അതായത് തബ്ലീഗ് ജമാഅത്ത് സ്ഥാപക നേതാവ്, ആരംഭിച്ച പ്രസ്ഥാനമായ തബ്ലീഗ് ജമാഅത്തിൻ്റെ ജന്മസ്ഥലവും ലോകമെമ്പാടുമുള്ള മുൻ കേന്ദ്രവുമാണിത്. തബ്ലീഗുകാർ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അവർ അദ്ദേഹത്തിൻ്റെ ഖബറിടം അവരുടെ ഇന്ത്യയിലെ ഈ നിസാമുദ്ദീനിലെ മസ്ജിദിൽ സ്ഥാപിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഈ ഖബറിനെ കുറിച്ച് സാന്ദർഭികമായി പറഞ്ഞതിന് ശേഷം നമുക്ക് ഷെയ്ഖ് അബു ഖദീജയുടെ ഉത്തരത്തിലേക്ക് പോകാം. കേരളത്തിലെ ചില തബ്ലീഗുകാർ മുഹമ്മദ് ഇലിയാസിൻ്റെ ഖബറിടം അവരുടെ ഇന്ത്യയിലെ നിസാമുദ്ദീൻ മസ്ജിദിൽ സ്ഥാപിച്ചു എന്ന് പറയുന്നത് കളവാണെന്ന് ആക്ഷേപിച്ചപ്പോൾ തബ്ലീഗിൽ നിന്നും സലഫിയത്തിലേക്ക് വന്ന നിസാമുദ്ദീൻ സന്ദർശിച്ച സഹോദരനോട് ഈ വിമർശനത്തിൻ്റെ സത്യാവസ്ഥ വ്യക്തമാക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസാമുദ്ദീൻ മർക്കസിലെ ഖബറിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത് മുമ്പ് ഉള്ളത് പോലെയല്ല ഇപ്പോൾ ഉള്ളത്. മുമ്പ് അത് ഖബർ അവിടെ ഉണ്ടായിരുന്നു, അത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ ഇന്നതിന് മാറ്റം വന്നിട്ടുണ്ട്. മൗലാന സഅദ് വന്നതിന് ശേഷം കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഖബർ ലോക്ക് ചെയ്ത് പൂട്ടിയിട്ടുണ്ട്. അവിടെ ഖബറുള്ളതായി ഇപ്പോൾ അറിയില്ല. മസ്ജിദ് പുതുക്കി പണിതതിന് ശേഷം താഴെ നിലയിൽ ഏണിയുടെ അടിയിലായിട്ടാണ് ഈ ഖബർ വരിക. ഒരു പച്ച വരയുടെ ഇപ്പുറത്താണ് ഖബർ. ആക്ഷേപിച്ച തബ്ലീഗുകാരോട്
നിരവധി തവണ ചോദിച്ചു, എന്തുകൊണ്ട് മൗലാന ഇല്യാസിനെ ഇവിടെ കബറടക്കം ചെയ്തു? അപ്പോൾ നമ്മൾ ആ സലഫി സഹോദരൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്ത്, ആ ഖബർ അവിടെ തന്നെ ഉണ്ട്, മസ്ജിദ് തന്നെ ഉണ്ട്. പക്ഷെ ഇപ്പം എന്താണ്, മൗലാന സയ്യിദ് വന്നപ്പോൾ ചില മാറ്റങ്ങൾ വരുത്തുകയും ചിലപ്പോൾ അവിടെ പോയ ഖബർ തന്നെ എന്താണ് കാണൂല, ലോക്കിട്ട് പൂട്ടിയിരിക്കുകയാണ്. കാരണം ഈ മൗലാന സയ്യിദ് വന്നതിന് ശേഷമാണ് ഈ മാറ്റം സംഭവിച്ചത്. ഇനി ഈ ആക്ഷേപിച്ച തബലീഗുകാരോട് ഞാൻ നിരവധി തവണ ചോദിച്ചു, എന്തുകൊണ്ടാണ് മൗലാന ഇല്യാസിനെ ഇവിടെ കബറടക്കം ചെയ്തത്? പൊതു ശ്മശാനത്തിലല്ലേ കബറടക്കം ചെയ്യേണ്ടത്? അപ്പോൾ 2 പേർ മറുപടി പറഞ്ഞു. ആദ്യത്തെ ആൾ പറഞ്ഞു, കേരളത്തിലും ഇതുപോലൊരു പണ്ഡിതനെ കബറടക്കം ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത് തെളിവല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. തെളിവ് പ്രമാണങ്ങളിൽ നിന്ന് വരണം. അള്ളാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബികൾ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇങ്ങനെയാണ് തെളിവ് പറയേണ്ടത്. അപ്പോൾ മറ്റൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ തെളിവായി പറഞ്ഞു. അത് മസ്ജിദുൻ നബവി അവിടെ ഖബർ അവിടെയുള്ള ആ വിഷയം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. അതുകൊണ്ട് ഖബറടക്കം ചെയ്തത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ മുറിയിലാണ്, മസ്ജിദിലല്ല. പ്രവാചകന്മാർ അലൈഹിസ്സലാം എവിടെയാണോ മരണപ്പെടുന്നത് അവിടെയാണ് ഖബറടക്കം ചെയ്യേണ്ടത്. ആ മുറി ഖുലഫാഉർ റാഷിദുകളുടെയും സഹാബകളുടെയും റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിന് ശേഷം വന്ന ഭരണാധികാരി വലീദ് ഇബ്നു അബ്ദുൽ മലിക് മസ്ജിദ് വികസിച്ചപ്പോൾ മസ്ജിദിൽ പ്രവേശിപ്പിച്ചതാണ്. ഇത് അന്നത്തെ പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടില്ല. അവരിൽപ്പെട്ടതാണ് സയ്യിദ് ഇബ്നു അൽ മുസൈബ് റഹിമഹുല്ല. നബി സല്ലല്ലാഹുവിൻ്റെ ഖബറിന് മുകളിൽ ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പച്ച താഴികക്കൂടത്തെ സംബന്ധിച്ചിടത്തോളം അത് 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നിർമ്മിച്ചതാണ്. ഇത് ഈജിപ്തിലെ ഒരു രാജാവാണ് നിർമ്മിച്ചത്. അപ്പോൾ മസ്ജിദിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെയോ പച്ച താഴികക്കൂടത്തിൻ്റെ സാന്നിധ്യത്തെയോ ആരെങ്കിലും തെളിവായി ഉപയോഗിച്ചാൽ അയാൾക്ക് ഒരു തെളിവുമില്ല. കാരണം ഇതെല്ലാം അറിവില്ലാത്തവർ ചെയ്തതാണ്. അവർക്ക് അധികാരമുണ്ടായിരുന്നു, അവരെ തടയാൻ ജനങ്ങൾക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവർ പ്രവാചകനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹവും അദ്ദേഹത്തോടുള്ള ആദരവും പ്രകടിപ്പിക്കുന്നു എന്ന അവരുടെ അവകാശവാദം നിമിത്തം അവർ ചെയ്തു. മദീനയിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ അദ്ദേഹത്തിൻ്റെ ഖബറിന് മുകളിലുള്ള ഈ പച്ച താഴികക്കുടം 6-ാം നൂറ്റാണ്ടിൻ്റെ പിന്നീടുള്ള കൂട്ടിച്ചേർക്കലായിരുന്നു. സഹാബികളോ ആദ്യകാല പണ്ഡിതന്മാരോ അറിയപ്പെടുന്ന ഇമാമുമാരോ ഇത് നിർമ്മിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. തബ്ലീഗുകാർക്ക് മൗലാന ഇല്യാസിനെ എന്തുകൊണ്ട് നിസാമുദ്ദീൻ മർക്കസിലെ ഖബറിൽ അടക്കം ചെയ്തു എന്നതിനെക്കുറിച്ച് മറുപടിയില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നബി സല്ലല്ലാഹുവിൻ്റെ ഖബർ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. അത് സഹാബാക്കളുടെ കാലത്തോ അറിയപ്പെട്ട ഇമാമുകളുടെ കാലത്തോ ഒന്നുമല്ല. അത് കുറേ നൂറ്റാണ്ടുകൾ ശേഷം സംഭവിച്ചതും അറിവില്ലാത്തവർ ചെയ്തതും അവരുടെ തെറ്റായ സ്നേഹപ്രകടനവും ആ ഭരണാധികാരികൾ ചെയ്തതുമാണ്. അന്നത് ചെയ്തപ്പോൾ അന്നത്തെ പണ്ഡിതന്മാർ അത് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. ഇനി നമുക്ക് ഷേഖ് അബൂ ഖദീജ ഹഫിദുള്ളയുടെ ഉത്തരം തുടർന്ന് വായിക്കാം. മുഹമ്മദ് ഇലിയാസ് റഷീദ് അഹമ്മദ് അൽ കങ്കൂഹി, മരണം 1905, സൂഫിസത്തോടുള്ള കൂറ് പ്രതിജ്ഞ നൽകി. പ്രശസ്ത ദിയോബന്ദി സൈദ്ധാന്തികനായ അഷ്റഫ് അലി താനവിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മരണം 1943. അദ്ദേഹത്തിൽ നിന്ന് മതത്തിൻ്റെ ചില അറിവുകൾ ഈ മൗലാന ഇല്യാസ് സ്വീകരിച്ചു. ഈ അഷ്റഫ് അലി താനവിയിൽ നിന്ന് മുഹമ്മദ് ഇലിയാസ് സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നത്തിൽ തബ്ലീഗ് ജമാഅത്തിൻ്റെ പാത അദ്ദേഹത്തിന് തീരുമാനിക്കപ്പെട്ടു. ജമാഅത്ത് തബ്ലീഗും ദിയോബന്ദികളും തങ്ങളുടെ നേതാക്കളുടെ ഖബറിടങ്ങളെ ആരാധിക്കുന്നുവെന്നും വിവിധ സൂഫി രീതികൾ പാലിച്ചുകൊണ്ട് മരണപ്പെട്ടവരിൽ നിന്ന് അവർ മധ്യസ്ഥത തേടുന്നുവെന്നും അറിയപ്പെട്ടതാണ്.
അപ്പോൾ കഴിഞ്ഞ ദർശത്തിൽ തന്നെ ദർസ് 2 നമ്മൾ ഷിർക്കിൻ്റെ റിപ്പോർട്ട് വായിച്ചു. ഖബറാരാധന. ഇന്ത്യയിലെ ഡൽഹിയിലെ സംഘടനയുടെ ആസ്ഥാനമായ നിസാമുദ്ദീൻ മസ്ജിദിൽ മുഹമ്മദ് ഇലിയാസിനെ തന്നെ ഖബറടക്കം ചെയ്തിട്ടുണ്ട്. നിസ്കാര സ്ഥലത്തിൻ്റെ പിൻവശത്തെ സ്തംഭത്തിന് പിന്നിൽ മസ്ജിദ് സമുച്ചയത്തിനുള്ളിൽ 4 ഖബറുകളുണ്ട്. തബ്ലീഗ് വിഭാഗത്തിൻ്റെ ഭാഗമായ പലരും, പ്രത്യേകിച്ച് അതിൻ്റെ അറബംഗങ്ങൾ, ഈ വസ്തുതയൊക്കെ നിഷേധിക്കുന്നു. മസ്ജിദിനുള്ളിൽ ഖബർ സ്ഥാപിക്കുകയോ ഖബറിന് മുകളിൽ മസ്ജിദ് പണിയുകയോ ചെയ്യുന്നത് തീർച്ചയായും ഷിർക്കിലേക്കുള്ള വഴിയാണ്. അപ്പോൾ അവർ ഖബറുകളുടെ കാര്യത്തിൽ പെരുപ്പിച്ച് കാണിക്കുന്നില്ലെന്ന് എങ്ങനെ പറയാനാകും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, നിങ്ങൾക്ക് മുമ്പ് വന്നവർ തങ്ങളുടെ പ്രവാചകന്മാരുടെയും സജ്ജനങ്ങളുടെയും ഖബറുകൾ ആരാധനാലയങ്ങളാക്കിയിരുന്നു. അതിനാൽ ഖബറുകളെ ആരാധനാലയങ്ങളാക്കരുത്. തീർച്ചയായും ഞാൻ നിങ്ങളെ അതിൽ നിന്ന് വിലക്കുന്നു. ഇത് സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും പറഞ്ഞു, അവരിൽ നിന്നുള്ള ഒരു സൽക്കർമ്മിയോ ഭക്തനായ ഒരു ദാസനോ മരിക്കുമ്പോൾ അവർ അവൻ്റെ ഖബറിന് മുകളിൽ ഒരു ആരാധനാലയം പണിയുകയും അതിൽ ഈ ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരാകുന്നു. ഇത് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണ്. അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും മനുഷ്യരിൽ ഏറ്റവും ദുഷ്ടൻ അന്തിമ സമയം എത്തുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റുന്നവരായിരിക്കും. ഇത് അബൂ ഹാത്തിം റിപ്പോർട്ട് ചെയ്തതാണ്. അഹ്മദിലും കാണാം. അൽ അൽബാനി സഹിഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖബറുകളെ മസ്ജിദുകളായും ആരാധനകളായും എടുക്കുന്നത് വിലക്കുന്നുവെന്ന് ഈ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു. മസ്ജിദ് പണിതതിന് ശേഷം ഖബറിടം മസ്ജിദിൽ പ്രവേശിക്കപ്പെട്ടതാണോ, മസ്ജിദ് ഖബറുകളുടെ ഇടയിലാണോ അതിനു മുകളിലാണോ നിർമ്മിച്ചതെന്നോ പരിഗണിക്കാതെയാണിത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതൊന്നും അനുവദനീയമല്ല. തബ്ലീഗ് ജമാഅത്ത് വിഭാഗത്തിന് മുഹമ്മദ് സക്കരിയ അൽ ഖന്തലവി രചിച്ച ഫളായിൽ അൽ അമൽ, അതായത് അമലുടെ മഹത്വങ്ങൾ എന്ന പേരിൽ ഒരു ഉറവിട റഫറൻസ് പുസ്തകമുണ്ട്. വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്ന പ്രസിദ്ധവും വ്യാപകമായ പുസ്തകമാണിത്. കൂടാതെ ഇത് ഇംഗ്ലീഷിൽ ലഭ്യമാണ്. വ്യാജ വിവരണങ്ങൾ, സൂഫി മിശ്രിതത്തിൻ്റെ കള്ളക്കഥകൾ, ഖബറുകളെ ആരാധിക്കൽ, പുത്തൻ ദിക്ർ ആരാധനകൾ എന്നിവയാൽ ഈ പുസ്തകം നിറഞ്ഞിരിക്കുന്നു. ഈ കഥകളിൽ പലതും ബഹുദൈവത്വത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും തലത്തിലേക്ക് എത്തുന്നു. ഉദാഹരണത്തിന് ഫളായിൽ അദ്ദുറൂദ്, അതിൽ കാണാം ഇംഗ്ലീഷിൽ മൗലാന ഇർഫാൻ അദാലത്ത്, ദാറുൽ ഉലൂം ബൂറി UK വിവർത്തനം ചെയ്തത്. ഫളായിൽ ദുറൂദ്, സലാത്തിൻ്റെയും സലാമിൻ്റെയും ഗുണങ്ങൾ, അതിൽ നോക്കുക. ഉറുദുവിൽ ഇദാര ഇർഷാദി ദീനിയാത്ത് അവർ പ്രസിദ്ധീകരിച്ച ഫളായിൽ അമൽ നോക്കുക. ഒരു പുണ്യപുരുഷൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതായി അവർ അവകാശപ്പെടുന്നു, ആരിൽ നിന്നും എന്തെങ്കിലും ആഗ്രഹിക്കുന്നവൻ അവൻ്റെ ഖബറിൽ ചെന്ന് അതിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. ആധികാരികമായ ഒരു റിപ്പോർട്ടിലും കാണാത്തത് മുഹമ്മദ് സക്കരിയ അൽ ഖന്തലവി അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോപിക്കുന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണിത്. യഥാർത്ഥ മതമായ ഇസ്ലാമും പ്രവാചക ഹദീസും നിഗൂഢ സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, പ്രത്യേകിച്ച് ആധികാരിക റിപ്പോർട്ടുകളോട് വിയോജിക്കുന്ന സ്വപ്നങ്ങൾ. തബ്ലീഗ് ജമാഅത്തിൻ്റെ നേതാക്കൾ പറയുന്നത്, ആരിൽ നിന്നും എന്തെങ്കിലും ആവശ്യപ്പെടുന്ന ഒരാൾക്ക് അയാളെ വ്യക്തിയുടെ ഖബറിൽ ചെന്ന് ചോദിക്കൽ അനുവദനീയമാണ്. നിങ്ങളൊരു ഖബറിനടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന, ദുആ സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. തബ്ലീഗ് നേതാവ് അൽ ഖന്തലവി മറ്റൊരു ഷെയ്ഖിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ മദീന മുനവ്വറയിലേക്ക് യാത്ര ചെയ്യുകയും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീതമായ ഖബറിലേക്ക് പോയി. ഞാൻ അഭിവാദനങ്ങൾ അർപ്പിച്ചു. അനുഗ്രഹീതമായ ആ മുറിയിൽ നിന്ന്
വലൈക്കും അസ്സലാം എന്ന് കേട്ടു. ഈ കെട്ടിച്ചമച്ച കഥകൾ പുത്തൻ ആചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ബഹുദൈവാരാധനയിലേക്കുള്ള ഷിർക്കിലേക്കുള്ള ഒരു പാതയുമാണ്. മരിച്ച ഒരാളുടെ ഖബറിനടുത്ത് നിൽക്കുന്നതിലൂടെ അള്ളാഹു നിങ്ങളുടെ ദുആ സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നും അതിനപ്പുറത്ത് നീ പ്രതികരണങ്ങൾ കേൾക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സഹാബാക്കൾ റളിയല്ലാഹു അൻഹു പരസ്പരം ഖബറിനരികിൽ നിൽക്കുകയും അവർക്ക് മക്കളെ നൽകാനും അവരെ സുഖപ്പെടുത്താനും ജിഹാദിൽ യുദ്ധത്തിൽ വിജയിക്കാനും അള്ളാഹുവിനോട് ദുആ ചെയ്തില്ല? സഹാബാക്കൾ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഖബറുകളിൽ ഇത് ചെയ്തിട്ടില്ല. അവർക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. ഇതാണ് ജമാഅത്ത് തബ്ലീഗും അവരുടെ ആശയങ്ങളും അവർ സ്വീകരിക്കുന്ന മാർഗങ്ങളും. അവർ ഖബറുകളിൽ മരിച്ചവരെ ആരാധിക്കുന്നതിലേക്കും ബഹുദൈവാരാധനയിലേക്കും നയിക്കുന്ന ജുന്ദൂബ് ഇബ്നു അബുല്ല റളിയല്ലാഹുവിൽ നിന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് 5 ദിവസം മുമ്പ് പറഞ്ഞത് ഞാൻ കേട്ടു. തീർച്ചയായും നിങ്ങൾക്ക് മുമ്പ് വന്നവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റിയിരുന്നു. ഖബറുകളെ ആരാധനാലയങ്ങളാക്കരുത്, കാരണം അതിൽ നിന്ന് ഞാൻ നിങ്ങളെ വിലക്കുന്നു. ഖബറുകളിൽ ആരാധന നടത്തുന്നതിനെതിരായ വ്യക്തമായ നിരോധനമാണിത്. കൂടാതെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കിയവരെ അദ്ദേഹം ശപിക്കുകയും ചെയ്തു. റിപ്പോർട്ടുകളിൽ വന്നതുപോലെ ഇതിലും അപകടകരമായത് ഫലായി ദുറൂദിൽ ലേഖകനൊരു വിവരണം പരാമർശിക്കുന്നു. അതിൽ ഷെയ്ഖ് അബ്ദുൽ ഖൈർ ഖത്ത പറഞ്ഞു, ഞാൻ മദീനയിൽ പോയി 5 ദിവസം അവിടെ താമസിച്ചു. പക്ഷേ എനിക്കൊരു സന്തോഷമോ സംതൃപ്തിയോ ലഭിച്ചില്ല. അപ്പോൾ ഞാൻ നബി, അബൂബക്കർ, ഉമർ എന്നിവരുടെ ഖബറിലേക്ക് പോയി. ഞാൻ ദൂതനെ വിളിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഈ രാത്രി ഞാൻ നിങ്ങളുടെ അതിഥിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗപീഠത്തിന് പിന്നിൽ ഉറങ്ങി. എന്നിട്ട് സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതുവശത്ത് അബൂബക്കറിനെയും ഇടതുവശത്ത് ഉമറിനെയും ഞാൻ കണ്ടു. എല്ലാവരുടെയും മുന്നിൽ അലി ഉണ്ടായിരുന്നു. അലി എന്നെ കുലുക്കി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സന്ദർശിക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെ ഞാൻ എഴുന്നേറ്റു. അള്ളാഹുവിൻ്റെ ദൂതനെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്കിടയിൽ ചുംബിച്ചു. അള്ളാഹുവിൻ്റെ ദൂതൻ എനിക്കൊരു കഷ്ണം റൊട്ടി തിന്നാൻ തന്നു. അതിൽ പകുതി ഞാൻ കഴിച്ചു. എന്നിട്ട് ഞാൻ ഉണർന്നു. മറ്റേ പകുതി അപ്പോഴേക്കും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഫലായിലുൽ അമലിൻ്റെ അവസാന അധ്യായം വോളിയം 1 ഫലായിലി ദുറൂദ്, ഇംഗ്ലീഷ്, പേജ് 189, ദാറുൽ ഉലൂം. അതിൽ കാണാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നിഗൂഢവും സൂഫിസവും അന്ധവിശ്വാസവുമായ ചായ്വുകൾ കാരണം ഇത്തരം കഥകൾ ജമാഅത്ത് തബ്ലീഗ് കെട്ടിച്ചമച്ചതാണ്. ഈ അത്ഭുതങ്ങൾ അവരുടെ ഭക്തർക്ക് സംഭവിക്കുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരർക്ക് ഒരിക്കലും അനുഭവിച്ചിട്ടില്ല എന്നത് അതിശയകരമാണ്. ദിയോബന്ദിൽ നിന്നുള്ള ചിസ്തി സൂഫി വിഭാഗത്തിൻ്റെ ശിഷ്യനായിരുന്നു മുഹമ്മദ് ഇലിയാസ് അൽ ഖന്ദലവി. അതിനാൽ ഈ കെട്ടിച്ചമച്ച കഥകൾ, അത് ഷിർക്കിലേക്കുള്ള വഴി അവരുടെ ഫലായിലുൽ അമൽ എന്ന പുസ്തകത്തിൽ ഉണ്ട് എന്നത് അതിശയിക്കാനില്ല. ഖബറുകളിലും ആരാധനാലയങ്ങളിലും ഒറ്റപ്പെടാനും ഈത്തിക്കാഫ് ചെയ്യാനും മരിച്ചവരോട് സംസാരിക്കാനും പ്രതികരണത്തിനായി പ്രതീക്ഷിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംഭാഷണം നടത്തി, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാനിന്ന് രാത്രി നിങ്ങളുടെ അതിഥിയാണ് എന്ന് വിളിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഖബറിനടുത്ത് എവിടെയെങ്കിലും ഉറങ്ങുന്നു. ഇവ കെട്ടിച്ചമച്ച കഥകളാണ്. അതിനാൽ ഈ വിഭാഗത്തെ സൂക്ഷിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഖബറിൽ നിന്ന് ഒരിക്കലും തൻ്റെ സഹാബത്ത് റളിയല്ലാഹുവിന് റൊട്ടി നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം തബ്ലീഗിലെ സൂഫി വിശുദ്ധന്മാരിൽ ഒരാൾക്കത് നൽകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആയിഷ റളിയല്ലാഹുവിന് റൊട്ടി കൊടുത്തിട്ടില്ല. അദ്ദേഹത്തെ അടക്കം ചെയ്ത മുറിയിൽ തന്നെ അവർ ഉറങ്ങുകയും ചെയ്യുന്നു. അദ്ദേഹം ഒരിക്കലും അവർക്കൊരു റൊട്ടി കൊടുത്തിട്ടില്ല. പക്ഷേ അത് ജമാഅത്ത് തബ്ലീഗ് ആരാധിക്കുന്ന ഒരു സൂഫി പുരുഷന് കൊടുക്കുന്നു. അത്തരം വഴിതെറ്റിൽ നിന്ന് ഞങ്ങൾ അള്ളാഹുവിൽ അഭയം തേടുന്നു. മരിച്ചവരെ വിളിക്കുന്ന ഈ റിപ്പോർട്ടുകൾ അവരുടെ അനുയായികൾക്ക് മരിച്ചവരെ വിളിക്കാനുള്ള ലൈസൻസ് നൽകുന്നു. ആ മനുഷ്യൻ ദൂതനെ വിളിച്ചത് ഈ റിപ്പോർട്ട് നിങ്ങൾ കണ്ടു. അള്ളാഹുവിൻ്റെ ദൂതരെ, ഈ രാത്രി ഞാൻ നിങ്ങളുടെ അതിഥിയാണ്. എന്നിട്ട് ഖബറിനടുത്ത് ഉറങ്ങി.
സഹാബത്ത് റളിയല്ലാഹു നബി സല്ലല്ലാഹു ഖബറിൽ ചെന്ന് ഇങ്ങനെ അഭിസംബോധന ചെയ്തോ, ഖബറിനടുത്ത് കിടന്നോ? ഇത് സഹാബത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും മനുഷ്യരിൽ ഏറ്റവും ദുഷ്ടൻ അന്ത്യസമയം എത്തുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റുന്നവരായിരിക്കും എന്ന ഹദീസിലുണ്ട്. ഇനി ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതായി ഫളായിൽ അദ്ദുറൂദിൽ നമുക്ക് വായിക്കാം. ഞാൻ എൻ്റെ ഉമ്മയോടൊപ്പം ഹജ്ജ് ചെയ്യാൻ പോയി. അവിടെ എൻ്റെ ഉമ്മ മരിച്ചു. അവളുടെ മുഖം കറുത്തു, വയറ് വീർത്തു. അവൾ വളരെ ഗുരുതരമായ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിനാൽ ഞാൻ എൻ്റെ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതാ ഹിജാസിൻ്റെ ദിശയിൽ നിന്ന് ഞാനൊരു മേഘം കണ്ടു. അതിൽ നിന്നൊരു മനുഷ്യൻ പുറത്തു വന്നു. ആ മേഘത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തു വന്നു. ആ മനുഷ്യൻ മേഘത്തിൽ നിന്ന് ഇറങ്ങി. അദ്ദേഹം എൻ്റെ ഉമ്മയുടെ മുഖത്ത് കൈവച്ചു. അത് പ്രകാശിതമായി. അദ്ദേഹം അവളുടെ വയറ്റിൽ കൈ തടവി. അവളുടെ വയറിലെ വീക്കം അപ്രത്യക്ഷമായി. ഞാൻ അദ്ദേഹത്തോട് അതാരാണെന്ന് ചോദിച്ചു. എന്നെയും ഉമ്മയെയും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചിപ്പിച്ചത് ആരായിരുന്നു? അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദാണ്. തുടർന്ന് എന്നെ ഉപദേശിക്കാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ഞാൻ എടുക്കുന്ന ഓരോ ചുവടിലും ദുറൂദ് അതായത് സലാം അയക്കാൻ അദ്ദേഹം എന്നോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇത് ഫളായിൽ ദുറൂദ് ഇംഗ്ലീഷ് 46-ാം പേജ് 185 ദാറുൽ ഉലൂമിൽ കാണാം. ഉറുദുവിൽ പേജ് 109 ഡൽഹി, ഇന്ത്യ. ഈ കഥ അനുസരിച്ച് ഈ യുവാവ് ഉറങ്ങിയിരുന്നില്ല. അവൻ ഉണർന്നിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഉമ്മയുടെ മുഖം കറുത്തു, വയറ് വീർത്തു തുടങ്ങിയെന്നും പറഞ്ഞു. ഇത് അവരുടെ ഹദീസ് പണ്ഡിതൻ എന്ന് വിളിക്കുന്ന മുഹമ്മദ് സക്കരിയ അൽ ഖന്ദലവി രചിച്ച ഫളായിൽ അൽ അമലാണ്. അമലുകളുടെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിലുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മേഘത്തിൽ നിന്ന് ഇറങ്ങി തനിക്ക് ബന്ധമില്ലാത്തൊരു സ്ത്രീയെ സ്പർശിച്ചു, അവളുടെ മുഖത്ത് സ്പർശിച്ചു, അവളുടെ വയറ്റിൽ തടവി എന്ന് അവർ അവകാശപ്പെടുന്നു. സഹോദരന്മാരെ, നിങ്ങളോട് തന്നെ ചോദിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തനിക്ക് ബന്ധമില്ലാത്ത ഒരു സ്ത്രീയെ എപ്പോഴെങ്കിലും സ്പർശിച്ചിട്ടുണ്ടോ? എന്നിട്ടും ഈ വഴിതെറ്റിയ ആളുകൾ അവകാശപ്പെടുന്നത് പോലെ ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മയുടെ വീർത്ത വയറിൽ തടവാൻ മേഘത്തിൽ നിന്ന് അദ്ദേഹം വന്നു. തീർച്ചയായും ഞാൻ ബന്ധമില്ലാത്ത സ്ത്രീകൾക്ക് കൈ കൊടുക്കില്ല എന്ന് പറഞ്ഞ ഇസ്ലാമിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ കെട്ടിച്ചമച്ച ആരോപണമാണിത്. അപ്പോൾ ഈ ഹദീസ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത സഹീഹുൽ ജാമിയിൽ അൽബാനി സഹീഹ് എന്ന് പറഞ്ഞ ഹദീസാണ്. ഞാൻ ബന്ധമില്ലാത്ത സ്ത്രീകൾക്ക് കൈ കൊടുക്കില്ല എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതൻ്റെ കൈ ഒരിക്കലും ബന്ധമില്ലാത്ത സ്ത്രീയുടെ കൈ സ്പർശിച്ചിട്ടില്ല. ഇത് സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. കൂടാതെ സഹായവും രോഗശാന്തിയും അള്ളാഹു അല്ലാത്തവരിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നത് ശിർക്കിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മേഘത്തിന് മുകളിൽ ആളുകളെ സഹായിക്കാൻ വേണ്ടി ഒഴുകുന്നുവെന്ന് ഒരു മുസ്ലിമിന് എങ്ങനെ ചിന്തിക്കാനാകും? മുഹമ്മദ് സക്കരിയ അൽ ഖന്ദലവി ഫളായിൽ ദുറൂദിൽ എഴുതി. സയ്യിദ് അഹ്മദ് റഫായി ഒരു പ്രശസ്ത ഭക്തനായിരുന്നു. കൂടാതെ മുതിർന്ന സൂഫികളിൽ ഒരാളായിരുന്നു. ഹിജറ 555 ഹജ്ജ് നിർവഹിക്കാൻ പോയപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് സമീപം മദീനയിൽ നിന്നുകൊണ്ട് 2 വരികൾ കവിത ചൊല്ലിയതായി അദ്ദേഹത്തിൻ്റെ കഥ പ്രസിദ്ധമാണ്. അപ്പോൾ പ്രവാചകൻ്റെ കൈ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരികയും അദ്ദേഹം അതിനെ ചുംബിക്കുകയും ചെയ്തു. ഇത് വോളിയം 1 ഹിക്കായത്ത് 50 പേജ് 115 കാണാം. അത് ഉറുദുവിൽ, ഇംഗ്ലീഷിൽ 199. ദിയോബന്ദി തബ്ലീഗി പ്രസ്ഥാനങ്ങളുടെ രചനകളിൽ ഈ സൂഫി അതിശയോക്തികൾ സാധാരണമാണ്. സുന്നത്തിനോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ അവകാശവാദങ്ങളിൽ ഒരാൾ ആശ്ചര്യപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പിഴച്ച വിഭാഗമാണ് ജമാഅത്ത് തബ്ലീഗ് എന്നതാണ് സത്യം. അവരിൽ ആത്മാർത്ഥതയുള്ളവർ ഈ ഏതാനും ഉദാഹരണങ്ങൾ വായിക്കുകയും ഈ വിഭാഗത്തിൻ്റെ തെറ്റ് തിരിച്ചറിയുകയും ചെയ്യണം. അവർ പഠിപ്പിക്കുന്നതിൽ കെട്ടിച്ചമച്ചതും തെറ്റായതുമായ കെട്ടുകഥകൾ വേറെയും ഉണ്ട്.
ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ പിന്നെ ഇനിയും കുറേ കാര്യങ്ങൾ ഷെയ്ഖ് അബു ഖദീജ ഹഫിദഹുല്ല പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തബ്ലീഗ് ജമാഅത്ത് ഭാഗം 1 എന്ന ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം. ഇനിയും കുറേ ഇങ്ങനത്തെ കഥകൾ ഷെയ്ഖ് അബു ഖദീജ ഉദാഹരണമായിട്ട് നൽകുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്താണ് ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കിൽ പോയാൽ ലിങ്ക് തുറന്നാൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി വായിക്കാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ തബ്ലീഗുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ പണ്ഡിതനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ കിതാബുർ റൂഹ്, ആത്മാവിൻ്റെ പുസ്തകം, അതിൽ കുറേ ദുർബല കഥകളില്ലെന്ന് ഇവർ പറയാം. അപ്പോൾ പിന്നെ എന്തിനാ അമലുകളുടെ മഹത്വങ്ങളെ വിമർശിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, കിതാബ് റൂഹ് എന്നൊരു പുസ്തകം ഉണ്ട് എന്നത് തന്നെ എത്ര പേർക്കറിയാം? മനസ്സിലായോ? അതേസമയത്ത് അമലുടെ മഹത്വങ്ങളോ അധിക സാധാരണക്കാരുടെ വീടുകളിലും ഉണ്ട്, വായിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് തബ്ലീഗുമായിട്ട് ബന്ധപ്പെട്ടവർ. അതുപോലെയാണോ കിതാബ് റൂഹ്? അത് അറിയപ്പെട്ട ഗ്രന്ഥം തന്നെയല്ല. അത് മതപണ്ഡിതന്മാർക്കിടയിലും വിദ്യാർത്ഥികളിലെ അധികം അറിയപ്പെടുകയുള്ളൂ. സാധാരണ എല്ലാവർക്കും അറിയപ്പെടുന്ന ഗ്രന്ഥമല്ല. മറ്റൊന്ന്, ഈ കിതാബ് റൂഹിൽ സനദ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് പണ്ഡിതന്മാർ ചെയ്യേണ്ടത്. അങ്ങനെയല്ല തബ്ലീഗ് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ചെയ്യുന്നത്. അതേപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ തഫ്സീറുകൾ, അതിൽ ദുർബലമായ റിപ്പോർട്ടുകൾ കാണും. കാരണം അത് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇബ്നു ഹജർ അൽ അസ്കലാനി സഹീഹ് ബുഖാരിയുടെ വ്യാഖ്യാനം എഴുതിയ ഫത്തുൽ ബാരിയുടെ ഗ്രന്ഥകർത്താവാണ് ഇമാമു തഫ്സീറുൽ ഹദീസ്, തഫ്സീറിൻ്റെ ഇമാം, ഹദീസിൻ്റെ ഇമാം എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ല. അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാ റിപ്പോർട്ടുകളും ഈ ഗ്രന്ഥങ്ങളിൽ കൊടുക്കുന്നത് ആ പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം ഒഴിവാകാനാണ്. കാരണം നമുക്ക് ദുർബലമായ റിപ്പോർട്ട് ഏതാണെന്നും അറിയണം. ഒരാളൊരു റിപ്പോർട്ട് കൊണ്ടുവന്നാൽ നമുക്കറിയണം അത് സഹീഹാണോ സഹീഹല്ലേ എന്ന് അറിയണം. അതുകൊണ്ട് കിതാബ് റൂഹിലും അതേപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മറ്റു ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലുമൊക്കെ ദുർബലമായ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ താരീഖ് തബരീൻ്റെ ആമുഖത്ത് പറയുന്നുണ്ട്. തബരി റഹിമഹുല്ല വലിയ പണ്ഡിതനാണ്, പൂർവികനായ പണ്ഡിതനാണ്, ഏറ്റവും പൂർവികനായ പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ താരീഖ് തബരിയിൽ പറയുന്നുണ്ട്, ഞാനിടുത്ത് എല്ലാ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ. പക്ഷേ ഞാനത് എല്ലാം പരിശോധിക്കാൻ പറ്റിയിട്ടില്ല, കാരണം പരിശോധിക്കാൻ സാധിക്കില്ലല്ലോ. പക്ഷേ അൽഹംദുലില്ലാഹ് സനദ് കൊടുക്കും. അപ്പോൾ പണ്ഡിതന്മാർക്ക് പരിശോധിക്കാം റിപ്പോർട്ട് പിന്നെ ശരിയാണോ ദുർബലമാണോ വ്യാജാണോ കള്ളാണോ ഒക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് സനദ് കൊടുക്കും. അങ്ങനെ വരുമ്പം പ്രശ്നമില്ല. പക്ഷെ അമലുടെ മഹത്വങ്ങൾ അങ്ങനെയല്ല. മിക്ക റിപ്പോർട്ടുകൾക്കും സനദില്ല, സഹിയാണോ ദുർബലമാണോ എന്ന് പറയുന്നില്ല. ഏതാനും ചില റിപ്പോർട്ടുകൾക്ക് പിന്നെ സനദോ അല്ലെങ്കിൽ സഹിയോ ലൈഫോ എന്ന് പറയുന്നുള്ളൂ, മിക്കതിനും പറയുന്നില്ല. അപ്പോൾ സാധാരണക്കാർ ഒന്നാമത് ഇത് വീടുകളിൽ വായിക്കുന്നതാണ്. ഈ തഫ്സീറുകൾ വീടുകളിൽ വായിക്കുമോ? ഇബ്നു കസീർ വായിക്കുമോ? സാധാരണക്കാർ അവർക്ക് അറബി അറിയോ? തബരി വായിക്കുമോ? അങ്ങനെയല്ല അമലുകളുടെ മഹത്വങ്ങൾ. അമലുകൾ ഈ അഹ്ലുൽ സുന്നയുടെ തഫ്സീറുകൾ അത് മതപണ്ഡിതന്മാരും മതവിദ്യാർത്ഥികളാണ് അധികം വായിക്കുക. അല്ലാതെ അമലുടെ മഹത്വങ്ങൾ സാധാരണക്കാർ വായിക്കുകയാണ്. അവർക്കെന്താ ഈ സനദിനെ അറിയാം? അവർക്കെങ്ങനെയാണ് ഏതാ ശരി ഏതാ ദുർബലം എന്നറിയാം? അപ്പോൾ അവരിങ്ങനെ വായിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ അത് ദുർബല റിപ്പോർട്ടായിരിക്കും, അത് വ്യാജ റിപ്പോർട്ടായിരിക്കും. അങ്ങനത്തെ റിപ്പോർട്ടുകൾ എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുക? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കള പറയലല്ലേ? ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ തബ്ലീഗുകാരെ ഇങ്ങനെ മസ്ജിദ് കേന്ദ്രീകരിച്ച് ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങുമ്പോൾ അവർ മസ്ജിദുകളിലിരുന്ന് വട്ടത്തിലിരുന്ന് പിന്നെ വായിക്കും അമലുടെ മഹത്വങ്ങൾ. ഒരാൾ വായിക്കും, ആ വായിക്കുന്ന ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയാം. റിപ്പോർട്ട് ദുർബലമായിരിക്കും, വ്യാജമായിരിക്കും. അപ്പോൾ അതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മനഃപൂർവ്വം
എന്നെക്കുറിച്ച് കളവ് പറഞ്ഞാൽ നരകത്തിൽ അവനൊരു സീറ്റ് ഉറപ്പാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും നബി പറയാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന് പറഞ്ഞ് പറയരുത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ ഉറപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തബ്ലീഗുകാരും അല്ലാത്ത സാധാരണക്കാരും ഒക്കെ ഇങ്ങനെ പറയുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കളവ് പറയുമ്പം എങ്ങനെ ഇവരെക്കുറിച്ച് നന്നായി എന്ന് പറയാം? അല്ല, അവർ അവകാശപ്പെടുന്നതല്ലേ കുറേ ആൾ നന്നായി. അതുകൊണ്ട് കുറേ റുക്കൂകളും സുജൂദുകളും ചെയ്തത് കൊണ്ട്, കുറേ ഹജ്ജും ഉംറകളും ചെയ്തത് കൊണ്ട് നന്നായി എന്ന് പറയാൻ പറ്റൂല. വിശ്വാസം ശരിയാണ്, സത്യമേ പറയാൻ പാടുള്ളൂ, സഹീഹായ ഹദീസ് ഉദ്ധരിക്കാൻ പാടുള്ളൂ. ദുർബലമായ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ വ്യക്തമാക്കണം ഈ ഹദീസ് ദുർബലമാണ് എന്ന്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തി പറയരുത്. കാരണം ചിലപ്പം നമുക്ക് ദുർബലമായ ഹദീസ് പറയേണ്ടി വരും. എങ്ങനെ? അതിന് ഒരു ശരിയായ റിപ്പോർട്ട് ഉണ്ടാവും. നബി പറഞ്ഞൊരു റിപ്പോർട്ടുണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിനെ ബലപ്പെടുത്താൻ നമുക്ക് എന്താക്കാം? അതേ ആശയം പറയുന്ന ഹദീസാണെങ്കിൽ നമുക്ക് ദുർബലമായ റിപ്പോർട്ട് പറയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു റിപ്പോർട്ടുണ്ട്, അതിനെ ബലപ്പെടുത്തുന്നതായിരിക്കും ഈ ദുർബലമായ റിപ്പോർട്ട്. പക്ഷേ ഈ ദുർബലമായ റിപ്പോർട്ട് വായിക്കുമ്പോൾ പറയണത് ഇത് ദുർബലമായ റിപ്പോർട്ടാണ്. അങ്ങനെ തബ്ലീഗുകാർ പറയൂല. ഈ വിജ്ഞാനമൊന്നും അവർക്കില്ല. കാരണം വായിക്കുന്നത് വിജ്ഞാനമില്ലാത്ത സാധാരണക്കാരാണ്. ഒരു വിജ്ഞാനത്തിന് ഒരു പ്രാധാന്യം നൽകുന്നില്ല. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തലബുൽ ഇൽം ഫരീദത്തുൻ കുല്ലു മുസ്ലിമിൻ. ഇൽമ് വിജ്ഞാനം തേടൽ എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമാണ്, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ. അതുകൊണ്ട് ഇത് ഒരു അപകടം പിടിച്ച ഒരു ജമാഅത്താണ്, ഒരു കക്ഷിയാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇത് ഉപദേശിക്കുകയാണ്, നിങ്ങളിത് വിട്ടേ പറ്റുള്ളൂ, എന്നാലേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഖബറിലെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഖബറിലെ 3 ചോദ്യങ്ങളെക്കുറിച്ചുള്ള ദർസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് തീർന്നിട്ടില്ല. അതിൻ്റെ ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതിൻ്റെ പേര് ഉസൂലു സലാസ എന്നാണ്. ഖബറിലെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എന്നാണ് ആ ദർസുകൾ. അതിൻ്റെ ലിങ്കും ഈ ചാനലിൻ്റെ ഈ 4ാം ഭാഗത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇൻഷാ അല്ലാഹ് കൊടുക്കുന്നുണ്ട്. ആ ഖബറിലെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള വിജ്ഞാനങ്ങളാണ്. ആരാണ് അള്ളാഹു, ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ ഉസൂലു സലാസ. ബാറക്കല്ലാഹു ഫീക്കും. അത് പഠിച്ചാലേ, ആ വിജ്ഞാനമുണ്ടായാലേ നമുക്ക് ഖബറിൽ ആ ചോദ്യങ്ങൾക്ക് നിൻ്റെ റബ്ബ് ആരാണെന്ന് പറയുമ്പോൾ അള്ളാഹു എന്നും, നിൻ്റെ റസൂൽ ആരാണെന്ന് പറയുമ്പോൾ ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും, നിൻ്റെ ദീൻ ഏതാണെന്ന് പറയുമ്പോൾ അത് ഇസ്ലാമാണെന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുകയും അങ്ങനെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. ഞാനവിടെ നിർത്താണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.